നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ ഫുഡ് കുറച്ച് നാളത്തേക്ക് പ്രിപ്പറേഷൻ ചെയ്ത് വെക്കാൻ നോക്കാം. ഇതിപ്പം മുതിരയാണ്. ഇത് കുറച്ച് ബാലൻസ് ഇരുന്നുകൊണ്ട് അതെടുത്ത് വെച്ചതാണ്. അപ്പം അത് വെച്ചിട്ട് ഞാൻ കുറച്ച് രസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ആ രസമൊന്നും നിങ്ങൾ നോർമലി കഴിക്കുന്ന രസമായിട്ട് കമ്പയർ ചെയ്യരുത്. സ്റ്റിൽ ഇറ്റ്സ് ഗുഡ്. ഇനി നമ്മൾ മുതിര തോരാൻ വെക്കാൻ പോവാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് കുരുമുളക് പൊടി. ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് പ്രിഫറൻസിനുള്ള സാധനമൊക്കെ തട്ടിയിടണം. നെക്സ്റ്റ് മഞ്ഞൾപ്പൊടി. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്താലും മഞ്ഞൾപ്പൊടി ഇട്ട് വേണം കഴിക്കാമെന്ന്. അതുകൊണ്ട് ഞാൻ വെറുതെ ഒരു പേരിന് ഇടുന്നതാണ്. മുളക് പൊടി ഉണ്ടെങ്കിൽ മുളക് പൊടി ഇടാം. മുളക് പൊടി കുറച്ച്. ഇനി കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. ഇത് കുറച്ച് എനിക്ക് തോന്നുന്നു ഞാൻ വന്ന സമയത്ത് മേടിച്ച് വെച്ചത് ബാലൻസ് ഇരുന്നതാണ്. ഇത് ലാസ്റ്റ് ബാച്ചാണ് ഇതിപ്പോൾ. എനിക്ക് പേഴ്സണലി ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട തോരൻ ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആ ഒരു നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ക്രഞ്ച് നമുക്ക് കിട്ടും. നമുക്ക് ഇനി ഓൾമോസ്റ്റ് ഇത് സെറ്റായി. ഇനി നമുക്ക് നമ്മുടെ മുതിര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് ഈ മുതിര ട്രൈ ചെയ്യുന്നത്. ഇങ്ങനൊരു സാധനം ഉണ്ടെന്നേ എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ നോക്കിയപ്പം അത്യാവശ്യം നല്ല സംഭവമാണിത്. അത്യാവശ്യം കഴിക്കാനും ടേസ്റ്റാണ്. പുളിശ്ശേരി, മുതിരയുടെ തോരനൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.